ഒരു തമിഴ് സിനിമയ്ക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പിലാണ് സൂര്യ ചിത്രം കങ്കുവയ്ക്ക് ലഭിച്ചത്. എന്നാൽ ഈ ഹൈപ്പ് സൂര്യ തിയേറ്ററിൽ തുണച്ചില്ല. ഫാൻ ഷോയ്ക്ക് പിന്നാലെ തന്നെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യയുടെ അതിഗംഭീര ആക്ഷൻ രംഗങ്ങൾക്കും മേക്കിങ്ങിനും കയ്യടികൾ ലഭിക്കുമ്പോൾ ഒരു ഭാഗത്ത് കടുത്ത രീതിയിൽ നെഗറ്റീവ് പ്രതികരണങ്ങളും എത്തുന്നുണ്ട്. കഥ ദൈർഘ്യമുള്ളതാണെങ്കിലും ഇഷ്ടം തോന്നുന്നതാണ് എന്ന് ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നുണ്ട്. സിരുത്തൈ ശിവയുടെ മേക്കിംഗ് മികച്ചതാണ്. ചിത്രത്തിൻ്റെത് ഇമോഷണൽ ഫസ്റ്റ് ഹാഫ് ആണ്. സൂര്യയുടെ മികച്ച പ്രകടനമാണ്. സംഗീതവും മികച്ചതാണ് എന്ന് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ദുരന്തത്തിന് മറ്റൊരു പേര് കങ്കുവ എന്നാണ് മറ്റു ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുള്ളത്. ഇത് സൂര്യയുടെ രുദ്ര താണ്ഡവമാണ് എന്നാണ് എക്സിൽ എത്തിയ ഒരു അഭിപ്രായം. സിനിമയിലെ നടൻ കാർത്തിയുടെ ക്യാമിയോ റോളും ചർച്ചകളിൽ നിറയുന്നുണ്ട്. ദിശ പടാനി, ബോബി ഡിയോൾ എന്നിവരുടെ അഭിനയവും പ്രശംസ നേടുന്നുമുണ്ട്. എന്നാൽ സ്ഥിരം ക്ലീശേ കഥയാണെന്നും ശിവ സൂര്യയുടെ ഡേറ്റ് കൊണ്ടുപോയി നശിപ്പിച്ചെന്നും അഭിപ്രായം വരുന്നുണ്ട്. 2.5 വർഷം കാത്തിരുന്നിട്ട് ഇത്രയും നിരാശപ്പെടുത്തിയ സിനിമ കണ്ടിട്ടില്ല എന്നും സൂര്യയുടെ കഷ്ടപ്പാടിന് ബലം ലഭിച്ചില്ല എന്നും അഭിപ്രായം വരുന്നുണ്ട്. സൂര്യ ആരാധകർ എന്ന നിലയിൽ ആവറേജ് പടമാണെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. സിനിമ കാണണമെങ്കിൽ ചെവിയിൽ വെക്കാൻ പഞ്ഞിയുമായി ചെല്ലണം, ഫുൾ അലറലാണ്, വെറുപ്പിക്കലാണ് എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതേസമയം പീരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുക്കിയതാണ് കങ്കുവ. ആഗോള വ്യാപകമായി 38 ഭാഷകളിൽ തിയേറ്ററുകളിൽ എത്തുന്ന സിനിമയുടെ ബജറ്റ് 350 കോടി രൂപയാണ്. മദൻ കർക്കി, ആദിനാരായണ, സംവിധായകൻ ശിവ എന്നിവർ ചേർന്ന് രചിച്ച ഈ ചിത്രം 1500 വർഷങ്ങൾക്ക് മുൻപ് നടക്കുന്ന കഥയാണ് പറയുന്നത്. യോഗി ബാബു, പ്രകാശ് രാജ്, KS രവികുമാർ, ജഗപതി ബാബു, ഹാരിഷ് ഉത്തമൻ, നടരാജൻ സുബ്രഹ്മണ്യം, ആനന്ദ് രാജ്, വസുന്ധര കശ്യപ്, റെഡിൻ കിങ്സി, കോവൈ സർല എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ. അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് ഡെസ്റ്റിനേഷൻ വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.